السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمم بالخير والسعادة. اللهم وجهنا إلى الخير، وجه الخير إلينا يا أرحم الراحمين. اللهم انجنا وانج أهالينا من كيد الشيطان عند سكرات الموت يا أرحم الراحمين. اللهم اجعلنا وإياكم من القوم الذين يمشون على الصراط كالبرق يا أرحم الراحمين. اللهم انظر إلينا نظرة بعين الرضا والعفو عما والتوفيق لما تحبه وترضى. ബഹുമാനമുള്ള ഫിഖ് മസല ക്ലാസ് റൂമും സുആൽ ജവാബ് ക്ലാസ് റൂം, മെയിൽ ആൻഡ് ഫീമെയിൽ ക്ലാസ് റൂം, ഖുർആൻ ഹദീസ് പഠനവേദി, പുല്ലാര ഹിദായ കൂട്ടായ്മ, ഇസ്ലാമിക് സെന്റർ, ഹുബ്ബുൻ നബി മജ്ലിസ് ക്ലാസ് റൂം, എല്ലാവരെയും ആദരപൂർവ്വം കാണുന്നു. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്ന വിഷയം തന്നെ അതിൻ്റെ ബാക്കി നമുക്ക് തുടങ്ങാം. മുസ്ലിമിൻ്റെ ഒരു ദിവസം. വിശ്വാസി ഒരു ദിവസത്തെ എങ്ങനെയാണ് അവൻ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് അവൻ അവൻ്റെ ജീവിതത്തിലേക്ക്, അവൻ്റെ ശരീരവുമായിട്ട് ഇണക്കേണ്ടത് എന്നതിനെ കുറിച്ചായിരുന്നു നാം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ നാം എത്തിയത് സുബഹയുടെ ബാങ്ക് വിളിച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്നു. ഇനി ഇഖാമത്ത് കൊടുക്കാനുള്ള ടൈമിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഇഖാമത്ത് കൊടുക്കുന്നു. ഇഖാമത്ത് കൊടുത്താൽ പിന്നെ 2 റക്അത്ത് നിസ്കാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ആ സുബഹയുടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും വീട്ടിലുള്ളവർ വീട്ടിലിരുന്നു കൊണ്ട്, പള്ളിയിൽ വന്നവർ പള്ളിയിൽ നിന്നുകൊണ്ട് ജമാഅത്തായിട്ട് ആ ഒരു ഇൽഫയും ഐക്യവും സ്നേഹവും നമ്മൾ ആ പ്രഭാതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നാം ഉണ്ടാക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലൊക്കെയും എപ്പോഴും എവിടെയും കേൾക്കുന്നത് അസ്വാരസ്യങ്ങളാണ്. അടുപ്പമില്ലായ്മ, ബന്ധമില്ലായ്മ, അംഗീകരിക്കാൻ പറ്റാതിരിക്കുക, തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചുറ്റുപാടുകളാണ് എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതും. എത്രത്തോളം എന്ന് വെച്ചാൽ, കുടുംബ ബന്ധം ഉറപ്പിക്കാൻ കഴിയാതെ വരുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ ആഗ്രഹിക്കാമെന്നുള്ള ഒരു അഭിപ്രായം നമുക്ക് തദ്കിറയിൽ ഇമാം ഖുർത്തുബി തങ്ങൾ ഹദീസ് വ്യാഖ്യാനത്തിലൂടെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നിസ്കരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഈ ഒരു കൂട്ടുകുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന അലച്ചയും അവിടെ ഉണ്ടാകുന്ന പൊട്ടലും പിളരലും അതുപോലെ തന്നെ കാണാതിരിക്കലും മിണ്ടാതിരിക്കലും പോലുള്ള ദൂഷ്യമായ സ്വഭാവ വശങ്ങൾ മനുഷ്യനെ ഇന്ന് വല്ലാതെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഞാനടക്കം നാം ചിന്തിക്കേണ്ടത്. ഈ പരിശുദ്ധമായ ആ ഒരു ദിനം നമ്മിലേക്ക് വരികയും വലിയ അനുഗ്രഹമായ ആ ഉണർവ് നമുക്ക് കിട്ടുകയും ചെയ്തപ്പോൾ നാം ഒരു സഹജീവിയാണ്. മറ്റുള്ളവരോട് നാം ഇടപഴകേണ്ടതും ബന്ധപ്പെടേണ്ടതും എനിക്ക് എൻ്റെത് എന്ന ചിന്ത മാത്രമല്ല, നമുക്ക് എന്നുള്ള ചിന്തയിലൂടെയാണ്. നാം ഒന്നാണ്, നാം ഒരു ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുമാണ് വന്നിട്ടുള്ളത് എന്ന ഒരു ബോധം നമുക്ക് വേണം. ഖുർആൻ അങ്ങനെ പഠിപ്പിച്ചിട്ടും ഉണ്ട്. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ ദകരിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പൊതുവിൽ നാം നമ്മളായിട്ടും നമ്മളെ വിശ്വാസങ്ങളുമായിട്ട് ഇടപഴകാത്തവരാണെങ്കിൽ പോലും അവിടെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനവും നമുക്ക് വന്ന ആ വെളിച്ചവും നമുക്ക് തന്ന ആ ശൈലിയും അത് എങ്ങനെ സ്വീകരിക്കണം എന്നതിൻ്റെ മാതൃക മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന നമുക്ക് പഠിപ്പിച്ചു തന്നതും എങ്ങനെ തന്നെയാണ്? ആ ഒരു ഐക്യബോധവും സ്നേഹബോധവും പരസ്പര ബന്ധവും അങ്ങനെയാണ്. അത് ആരോടും അങ്ങനെയാണ്.
വെറും നാം ഇസ്ലാം വിശ്വാസികൾ എന്ന അടിസ്ഥാനത്തിൽ മാത്രം അല്ല നമുക്ക് പാഠം നൽകിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഒലിവുള്ള ഒരു മനസ്സ്, സ്നേഹമുള്ള ഒരു മനസ്സ്, ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. സ്നേഹത്തിനാണ് എവിടെയും സ്ഥാനവും. വേറെ മറ്റൊന്നും ഉണ്ടായിട്ടും ലോകത്ത് കാര്യമില്ല. അത് തന്നെയായിരുന്നു പ്രവാചകൻ ലോകത്ത് എല്ലാവർക്കും ഉമ്മത്തിനും തന്നതും, അതായിരുന്നു സ്നേഹമായിരുന്നു. സ്നേഹത്തിന് നിറക്കുടമായ പ്രവാചകനാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് മാതൃകയായിട്ട് കാണാനുള്ളത്. ആ പ്രവാചക ചര്യയിലൂടെയാണ് നാം സഞ്ചരിക്കേണ്ടതും. അത് തന്നെയാണ് നമുക്ക് സ്വർഗം കിട്ടാനുള്ള വഴിയും. അപ്പോൾ ആ പ്രഭാതത്തിന്റെ ആ തുടക്കം, നാം ആ ജമാഅത്ത്, ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ നാം ആ ഇൽഫ, ആ ഒരു കെട്ടുബന്ധം, ആ ഒരു ഉറപ്പ് ഉണ്ടാക്കുകയാണ്. അപ്പൊ വീട്ടിൽ നിന്നുകൊണ്ട് ഉമ്മയും പെൺമക്കളും ആൺകുട്ടികളും ഒക്കെയും ആ ഒരു തുടക്കം, അത് സ്റ്റാർട്ടിലേക്ക് ഒരു വീട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നു. തറയിട്ടിട്ടുണ്ട്. ഇനി ഒരു പ്രാർത്ഥന വേണം നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ആഗ്രഹിക്കുന്നവര്. മറ്റൊരു വശത്ത് വീടൊക്കെ പെട്ടെന്നായി, ഒരു വർഷം കൊണ്ട് എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു, വലിയ തന്നെ എല്ലാം കഴിഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ ചെയ്യുന്നത് എന്താ? ആ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മിലേക്ക് തന്നപ്പോൾ അതിനെ ബല ആക്കി മറിക്കുന്ന ഒരു ചുറ്റുപാട് നമ്മളിലുണ്ട്. ചിന്തിച്ചു നോക്കൂ. ഞാനടക്കം നമുക്ക് വലിയൊരു അനുഗ്രഹം തന്നു. വലിയ വീടൊക്കെ വാഹനമൊക്കെ വന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി നിൽക്കാനുള്ള ആ ഒരു സ്റ്റേജും സ്റ്റെപ്പും, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്. ഒരു നിലയല്ല, 2 നില, ഇരിക്കുന്നിടത്തേക്കൊക്കെ വെള്ളം, എല്ലാ സൗകര്യങ്ങളും നമുക്ക് അള്ളാഹു തന്നു. ഈ സൗകര്യങ്ങളൊക്കെയും അനുഗ്രഹങ്ങളൊക്കെയും തന്നപ്പോൾ നാം ചിന്തിക്കുന്നതോ നാം മനസ്സിലാക്കുന്നതോ വഴിവിട്ടുകൊണ്ടായി പോകുന്നില്ലേ? ആലോചിച്ച് നോക്കണം. എന്നാൽ ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നതിന്റെ മുമ്പുള്ള ഒരു സമയം നാം ചിന്തിക്കുകയാണെങ്കിൽ നാം നമ്മുടെ ജീവിതം കുറച്ചുകൂടി ചിട്ടപ്പെടുത്തിയിരുന്നു. കാരണം ചോർന്നൊലിക്കുന്ന വൈക്കോല് കൊണ്ട് മേഞ്ഞ വീട്ടിൽ നിന്നും പഠിച്ചുയർന്നവരും, അവിടെ നിന്ന് കുടുംബ ബന്ധമുണ്ടാക്കിയവരും, അവിടെ നിന്ന് സാമൂഹ്യ ബന്ധമുണ്ടാക്കിയവരും ഉള്ള ആ കെട്ടുറപ്പ് ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. അനുഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഓമനപ്പേരാണെങ്കിലും ആ അനുഗ്രഹങ്ങളെ ബല ആക്കുന്ന ഒരു രീതി നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ. ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയുമാണ്. ആ കാലഘട്ടങ്ങളിലൊക്കെയും പുറത്ത് പണിക്ക് പോയിട്ടോ മറ്റോ ഒക്കെ ആയിട്ട് വളരെ കുറഞ്ഞ വരുമാനങ്ങളെ കൊണ്ട് പോറ്റിയിരുന്ന ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ കുടുംബങ്ങളും ബന്ധങ്ങളും അങ്ങനെയായിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെയും അപ്പുറത്തേക്ക് എല്ലാ സൗകര്യങ്ങളും തുറന്നു കിട്ടിയപ്പോൾ ആ സൗകര്യങ്ങൾ കിട്ടിയത് നമ്മളെ കൊണ്ട് നമുക്കുള്ളതാണ്, നാം ഉണ്ടാക്കിയത് എന്ന പോലെയുള്ളൊരു ചിന്ത. ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നതല്ലേ? അപ്പോൾ സൗകര്യമില്ലാത്തപ്പോഴും, ബുദ്ധിമുട്ടുണ്ടായപ്പോഴും, ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്നപ്പോഴും, വസ്ത്രം ധരിക്കാൻ കഴിയാതിരുന്നപ്പോഴും, വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാതിരുന്നപ്പോഴും ഒക്കെയും നമുക്ക് ചില ബോധങ്ങളും ചില കെട്ടുറപ്പുകളും ചില ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയിലും അവിടെയും എവിടെയും ഒക്കെ ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ കൂട്ടായിട്ടുള്ള ഒരു ഭക്ഷണം, അതാറ് ഭക്ഷണത്തിന് ആഗ്രഹവുമായിരുന്നു. അങ്ങനെയായിരുന്നല്ലോ മുൻകാലങ്ങളിൽ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രങ്ങളും അവരുടെ ബന്ധങ്ങളും മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ കഴിയും. എന്ന് ഇതൊക്കെ ഉണ്ടായപ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഈ ബന്ധം ഉണ്ടാക്കുന്നതിന് അടിസ്ഥാനമുള്ള ബേസിക് ആയിട്ടുള്ള വിഷയങ്ങളിൽ നമ്മൾ മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെയും ഏർപ്പെടുത്തപ്പെട്ട് തന്നിട്ടുള്ള ഒരു വീട് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കിണറ്റിൽ വെള്ളമുണ്ട്, നമുക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, ഒരു വീട്ടിൽ കാറ്, മോട്ടോർ സൈക്കിൾ, എല്ലാ സാമഗ്രികളും ഉണ്ട്. പക്ഷെ ഇതൊക്കെ സൗകര്യങ്ങൾ തന്നു. ദിവസവും മാറ്റാനുള്ള ഡ്രസ്സ് ഇങ്ങനെ ഹഷയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു വസ്ത്രം ധരിച്ചു കൊണ്ടൊന്ന് പുറത്തിറങ്ങാൻ, ഒരു പുതിയ ഉടുപ്പെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന കാലം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെയല്ലേ, കൂടുതൽ പിന്നോട്ട് പോവേണ്ടതില്ല. അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളിൽ നിന്നും സ്നേഹമാകുന്ന, ഐക്യമാവുന്ന ഇൽഫ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ത് തന്നെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. ഈ പരിശുദ്ധമായ നിസ്കാരം എന്നുള്ളത് തന്നെ വളരെ കൃത്യമായി നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ ജമാഅത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളതാണ്. 1. 2, സമയത്ത് തന്നെ നിസ്കരിക്കുക. പ്രത്യേകം ഈ വോയിസ് കേൾക്കുന്നത് സഹോദരിമാരാണ്. അതുകൊണ്ട് തന്നെ ചിന്തിക്കുക, ഈ സുബഹയുടെ ആ സമയത്തോട് യഥാർത്ഥ ടൈമിലുള്ള നിസ്കാരം അങ്ങ് നിർവഹിക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ ഐശ്വര്യവും നല്ല റാഹത്തും ഉന്മേഷവും ഒക്കെ വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ രോഗങ്ങളില്ലാതെയാവും. നമ്മൾ ആലോചിക്കാറ്റാണത്. നമുക്കറിയാം, എപ്പോൾ നോക്കിയാലും രോഗങ്ങളാണ്. അവിടെ വേദന, ഇവിടെ വേദന, ഹോർമോൺ കൂടി, മറ്റേത്, അങ്ങനെ എപ്പോഴും അങ്ങനെയാണ്. ഓരോന്നിനും നമ്മൾ പ്രാർത്ഥനകളും പറയുന്നുണ്ട്. പക്ഷേ ഈ പ്രാർത്ഥനകൾ മാത്രം മതിയല്ല, പോരാ.
പ്രാർത്ഥനകളും ഈ പറയപ്പെട്ട പ്രവർത്തനങ്ങളും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ പ്രായോഗികമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മാറ്റേണ്ടതുമുണ്ട്. ചേഞ്ച് വേണം, നമ്മളൊരു ചേഞ്ച് വേണം. അപ്പോഴാണ് ഉണ്ടാവുന്നത്. ഒരു മാറ്റത്തിന് നമ്മൾ വിധേയമാവാനുള്ള ശ്രമം നടത്തണം. അപ്പോൾ വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ആ കൂട്ടായിട്ടുള്ള ആ ജമാഅത്ത്, അൽഹംദുലില്ലാ, സുബഹി പ്രഭാതം പൊട്ടിവിടർന്നു, മക്കളൊക്കെയും എഴുന്നേറ്റു നിന്നു, എല്ലാവരെയും ഒരുമിച്ചിരുത്തി. എന്നിട്ട് അത് ആ പ്രഭാതത്തിലെ നിസ്കാരം നാം നിർവഹിക്കുകയാണ്. അതാണ് സുബഹയുടെ ജമാഅത്തിലേക്ക് നാം വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടാകുമ്പോൾ ബാക്കിയുള്ളതൊക്കെ. അപ്പൊ സുബഹ കഴിഞ്ഞ് ളുഹുർ, അസ്ർ, മഗ്രിബ് പോലുള്ള നിസ്കാരങ്ങൾ മുഴുവനും പ്രിയപ്പെട്ട സഹോദരിമാരെ വോയിസ് കേൾക്കുമ്പോൾ പ്രയാസമുണ്ടാവും. വീട്ടിൽ കുട്ടികളെ നോക്കാനുണ്ടാവും, അതുപോലെ തന്നെ തൂത്തുവാരുണ്ടാവും, അലക്കാനുണ്ടാകും, ഒരുപാട് പണികളുണ്ട്, ഇല്ല എന്നതല്ല. പക്ഷേ ആ പണികളെ കാട്ടിലും വലിയൊരു പണി നമുക്കുള്ളത് നമ്മുടെ നിസ്കാരം തന്നെയാണ്. കാരണം എപ്പോഴാണ് നമുക്ക് ഖബറിലേക്ക് പോകേണ്ടതെന്ന് അറിയുമ്പോൾ, ഈ ജോലി തിരക്കിന്റെ ഇടയിൽ നമ്മൾ ധരിച്ചിട്ടുള്ള മാക്സ് ആരാണ് അഴിച്ചു മാറ്റുക എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മുടെ തടലിലെ മുടിയുടെ കെട്ടാരാണ് അഴിച്ചു വെക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളെ കയ്യിലുണ്ടായിരുന്ന മോതിരം ഊരി വെക്കുന്നത് ആരാണെന്ന് അറിയുമോ? നമ്മുടെ കയ്യിലിട്ടിരിക്കുന്ന വള ഊരി വെക്കുന്നത് ആരാണെന്ന് നമുക്കറിയുമോ? കഴുത്തിലുള്ള ചെയിൻ അഴിച്ചു വെക്കുന്നത് ആരാണെന്നറിയുമോ? ചെയിലുള്ള കാതിലുകളിലൊക്കെ വെട്ടിമാറ്റുന്നത് ആരാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ? പോട്ടെ, നമ്മുടെ കട്ടിലക്കാലിൽ കൈ പിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ആരാന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണല്ലോ നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാനുള്ള നമ്മുടെ വഴിയും മരുന്നും എന്താണ്? അതാണ് നമുക്ക് പരിശുദ്ധമായ ഈ നിസ്കാരം. സമയത്ത് നിസ്കരിക്കുക. വയുഖീമുസ്വല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ വാക്ക് അങ്ങനെയാണ്. വയുഖീമുസ്വല, നിസ്കാരത്തെ നിലനിർത്താനാണ് പറഞ്ഞത്. എന്താ നിലനിർത്തുക? അത് സമയത്ത് നിസ്കരിക്കണം. അപ്പോൾ വോയിസ് കേൾക്കുന്ന ഞാനടക്കം, നമ്മുടെ വീടുകളിലുള്ള സഹോദരിമാരടക്കം എല്ലാവരും വളരെ കൃത്യത്തോടുകൂടി മനസ്സിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. കാരണം നമുക്ക് നന്നാവാം, നമുക്കൊന്നും ചേഞ്ച് വരാം. നമ്മളൊക്കെ എന്നെക്കാട്ടിലും ഈ കേൾക്കുന്നവരൊക്കെയും ഉഷാറും ഉള്ളവരാണ് എന്ന് വളരെ ഉത്തമ ബോധത്തോടു കൂടെയാണ്. പക്ഷെ ഒന്നും കൂടി നമുക്കൊന്ന് മനസ്സ് ഒന്ന് തുറന്നു വെച്ചിട്ട് ആ ഒരു ബന്ധമുണ്ടാക്കുക. അപ്പോൾ ഈ വോയിസ് കേട്ടത് മുതലേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് വളരെ വളരെ താഴ്മയിലും എളിമയിലും നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, സ്കരിക്കുന്നവരും ദുആ ചെയ്യുന്നവരും ജുരുസുന്നൂറിന് പങ്കെടുക്കുന്നവരൊക്കെയാണ്. പക്ഷെങ്കിൽ ഈ പറഞ്ഞ നിസ്കാരത്തിന്റെ ടൈം ബന്ധിപ്പിക്കാൻ പോകണ്ട. കാരണം നമ്മളെ ഇവിടുന്ന് ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നത് ആരാ നമുക്കല്ല. അപ്പൊ പെട്ടെന്നായിരിക്കാം അത് കഴിഞ്ഞുകൊണ്ട് പോകുന്നത് എവിടേക്കാണ്? നമ്മുടെ ആ 6 അടി മണ്ണിന്റെ അകത്ത് പോകുമ്പോൾ നമുക്ക് കൂട്ടിന് ആരുണ്ട്? ആ കൂട്ട് കിട്ടണമെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ചലനം, പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ മരണത്തിൽ നിന്ന് നമ്മൾ ജീവൻ കിട്ടിയിരിക്കുകയാണ്. ഒരാൾ കബറിൽ കൊണ്ടുപോയി വെച്ചിട്ട് പുറത്തേക്ക് വന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്തൊക്കെ പറയാനുണ്ടാവും? അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. മനസ്സിലാവുണ്ടല്ലോ? അപ്പോൾ അതില്ലെങ്കിലും അതിന്റെ ഒരു മറുവശം നാം ഇപ്പോൾ അനുഭവിച്ചിരിക്കുകയാണ്. ഉറക്കമാകുന്ന അതിൽ നിന്നും ഉണർവിലേക്ക് വന്നു. നമ്മുടെ ചലനങ്ങളും ഒക്കെയും നമ്മൾ ചിന്താശക്തി വികസിപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടുവന്നു, ജമാഅത്തിലേക്ക് വന്നു. അങ്ങനെ ആ ജമാഅത്ത് നാം നിസ്കരിച്ചു. അൽഹംദുലില്ലാ, റാഹത്തായി ജമാഅത്തായിട്ട് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു, സലാം വിട്ടുന്നു. ഞാൻ അവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ജമാഅത്തും നിസ്കാരവും ഒക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. അതിൽ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ആ നിസ്കാരം കഴിഞ്ഞു, സുബഹയുടെ നിസ്കാരം കഴിഞ്ഞു, വീട്ടിൽ വെച്ച് അങ്ങനെ, അതല്ലെങ്കിൽ പള്ളിയിൽ വെച്ച് അങ്ങനെ. ഇനി നാം മനസ്സിലാക്കേണ്ടത്, ആ നിസ്കാരം കഴിയുന്നതോട് കൂടെ ബാങ്ക് വിളിച്ചു. ഒരു 25 മിനിറ്റ് കഴിഞ്ഞു, ഏകദേശം 25 മിനിറ്റ് കഴിഞ്ഞു. 5 മണിക്കാണ് ബാങ്കെങ്കിൽ 5:25 നമ്മൾ നിസ്കരിക്കുന്നു. ഏകദേശം ഒരു 5:35 ആകുന്നതോടുകൂടെ നമ്മുടെ നിസ്കാരം സലാം വിട്ടി കഴിഞ്ഞു നോക്കുക. ഇനി അവിടെ ഏകദേശം വരുന്നത് 1 മണിക്കൂർ ഇല്ല സൂര്യൻ ഉദിക്കാൻ. കുറഞ്ഞ ഏകദേശം ഒരു 3/4 മണിക്കൂറിന്റെ ടൈമേ ബാക്കിയുള്ളൂ. ഒരു 40 മിനിറ്റ് ഒക്കെ കിട്ടുകയുള്ളൂ. ഈ കിട്ടുന്ന സമയം നമുക്ക് അറിയാം, പരിശുദ്ധ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രത്യേകമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബഹയില് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നു കൊണ്ടുള്ളൊരു ഇബാദത്തിലും സ്വലാത്തിലും ഖുർആനിലുമായിട്ട് മുഴുകിയാൽ നമുക്ക് ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണ് കിട്ടുന്നത് എന്ന്. ഒരു ഉംറ ചെയ്താൽ ഉണ്ടാവുന്ന എന്താണ്? കയ്യോമ വലച്ചൗമുഹു എന്നാണ്. അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെയുള്ള കുട്ടിയായിട്ട് അവനാവാൻ കഴിയും. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ആ സുബഹയുടെ നിസ്കാരം ജമാഅത്തായി കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 മണിക്കൂർ നമുക്ക് അവിടെ ഇരുന്നു കൊണ്ട് ഇബാദത്തിൽ മുഴുകാൻ കഴിഞ്ഞെങ്കിൽ ഒരു ഉംറ, പരിപൂർണമായ ഉംറ ചെയ്ത കൂലി. അപ്പോൾ ഇത് പറയുമ്പോൾ ഇതൊക്കെ കഴിയുമോ? ഇല്ല, അങ്ങനെ എല്ലാവർക്കും കഴിയണമെന്നില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഉടനെ ഡ്യൂട്ടിക്ക് പോകാനുണ്ടാവും, വീട്ടിലെ ജോലികളുണ്ടാവും, വേലകളുണ്ടാവും, പ്രശ്നമില്ല. നമ്മൾ അത് കഴിയുമ്പോൾ എഴുന്നേൽക്കുമ്പോൾ ഈ പണികളുടെ ഇടയിലൂടെ നമുക്ക് ഈ ഔറാദുകൾ കൊണ്ടുവരാം. അങ്ങനെ ചെയ്താലും മതി. മനസ്സ് തെറ്റിപ്പിക്കേണ്ട, മനസ്സ് ഇതിലേക്ക് വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ സുബഹയുടെ നിസ്കാരം കഴിഞ്ഞ് സലാം വെട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, നമുക്കറിയാം അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ നമുക്ക് ചെല്ലേണ്ടുന്ന ഒരു ദിക്ർ. അറഫ മൈതാനിയിൽ നിൽക്കുമ്പോൾ, അതുപോലെ അങ്ങാടിയിലെത്തിപ്പെട്ട് കഴിഞ്ഞാൽ, അങ്ങാടിയിലെത്തി
ഷോപ്പിങ്ങിന് പോയി കാണും, അങ്ങാടിയിൽ അങ്ങോട്ട് കാല് കുത്തിക്കഴിഞ്ഞാൽ നാം ചെല്ലേണ്ടുന്ന ഒരു ദിക്ർ, അറഫ മൈതാനിൽ എത്തിയാൽ നമ്മൾ ചെല്ലേണ്ടുന്ന ദിക്ർ, നമ്മുടെ കണ്ണിൽ കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന നമ്മുടെ കഅബ ഷരീഫ് മുൻപിൽ കാണുമ്പോൾ നമുക്ക് ചൊല്ലേണ്ടുന്ന ചില ദിക്റുകളുണ്ട്. ആ ദിക്റാണ് നമ്മൾ അവിടുന്ന് 10 പ്രാവശ്യം ചൊല്ലേണ്ടത്. ആലോചിച്ച് നോക്കും. മഗ്‌രിബിന്റെ ശേഷവും ചെല്ലണം, സുബഹയുടെ ശേഷവും ചെല്ലണം, അസറിന്റെ ശേഷം ചെല്ലണമെന്നും ഉണ്ട് ഹദീസും, അത് വ്യക്തമായതുമാണ്. അവിടെയും ഉണ്ട് സുന്നത്ത്. മനസ്സിലാണ്ടല്ലോ. അപ്പൊ സുബഹി, അസർ, മഗ്‌രിബ് ഇങ്ങനെ 3 സമയത്തും നമുക്ക് ചെല്ലൽ സുന്നത്താണ്. നമുക്കറിയാം, അങ്ങാടിയിൽ ചെന്നു എന്തെല്ലാം കോലാഹലങ്ങളാണ്. അങ്ങാടിയിലല്ലേ പൈശാചികമായിരിക്കുന്ന എല്ലാതും നോട്ടങ്ങളും തിട്ടങ്ങളും എല്ലാം അവിടെയാണല്ലോ ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ മറയോടുകൂടെ പോയി ഒരു അത്യാവശ്യത്തിന് വേണ്ടി എൻ്റെ സഹോദരി അവിടെ എത്തുമ്പോൾ ചെല്ലണം. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ആണുങ്ങൾക്ക് അങ്ങാടിയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. അങ്ങാടിയാകുന്ന അത് ശൈത്താന്റെ കേന്ദ്രമാണ്. പള്ളിയാണെങ്കിലോ അത് മലക്കുകളെ കൊണ്ട് നിറക്കപ്പെട്ട കേന്ദ്രവുമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാലൊക്കെ നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റുണ്ട് 10 പ്രാവശ്യം. നമുക്ക് എന്ത് ചൊല്ലാം? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നോക്കൂ, ആ ദിക്റിലേക്ക് കടക്കാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്റിലേക്ക് കടക്കുകയാണ്. ഇത് ചെല്ലണം. അപ്പൊ പിന്നെ ഇവിടെ ഒരു സംശയം ഉണ്ടാവും. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അത് പറയാം. അസ്തഗ്ഫിറുല്ലാഹൽ അസീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ യുഹ്യി വയുമീത്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം 3 പ്രാവശ്യം അത് പറയാം. അല്ലാതെ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് തുടങ്ങാം എന്നും ഉണ്ട്. പക്ഷെ അത് പറഞ്ഞതിന് ശേഷം തുടങ്ങിയാൽ മതി. അപ്പോൾ അസ്തഗ്ഫിറുല്ലാഹൽ അസീം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൊല്ലാനുണ്ട് അല്ലാഹുമ്മ അൻതസ്സലാമു മിൻകസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം പോലുള്ള ദിക്റുകൾ നമുക്കറിയാം സാധാരണ ചെയ്യുന്നത്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅ്ത വലാ റാദ്ദ ലിമാ ഖദൈത നമുക്കറിയാം. അതുപോലെ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖി ത്വാഅതിക വഈമാനിക യാ അല്ലാഹ്. ഇതൊക്കെ നമ്മൾ സാധാരണ ചെല്ലുന്നതാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തു പറയുന്നില്ല. അപ്പോൾ ആ ദിക്റുകളൊക്കെ നമുക്ക് കൊണ്ടുവരണം, അതെല്ലാം കൊണ്ടുവരണം. പക്ഷേ തുടക്കം ഇങ്ങനെയാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവസാനം ഇവിടുന്ന് വിട പറയുമ്പോൾ റൂഹ് പിടിക്കുന്ന സമയത്ത് നമ്മുടെ നാവ് ഉച്ചരിക്കേണ്ടുന്ന വാചനം അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ചാവി അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കേട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. വഹ്ദഹു, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അല്ലാഹുവിനക്ക് ഒരു പങ്കാളിയും ഒരു കൂട്ടാളിയും ഒരു സഹായകനും ഒന്നുമില്ല. അതാണ് അല്ലാഹു, അതാണ് അല്ലാഹു. ലഹുൽ മുൽക്ക്, ലഹുൽ മുൽക്ക്, ഇന്ന് രാജ്യത്തിന്റെ ഭരണം എൻ്റെ കയ്യിലാണ്, അല്ലെങ്കിൽ ഇന്ന പാർട്ടിയുടെ കയ്യിലാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതൊക്കെ ഭൗതികമായ ചില ബന്ധങ്ങളാണ്. എങ്കിൽ ലോകത്തിന്റെ മുഴുവനും അധികാരം അത് അല്ലാഹുവിന്. ലഹുൽ മുൽക്ക്. ഈ ചോദ്യം നമുക്ക് നാളെ ആഖിറത്തിൽ ചോദിക്കും. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ആർക്കാണെന്ന് മുൽക്കുള്ളത്, ആർക്കാണെന്ന് അധികാരമുള്ളത്? അല്ലാഹുക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ലഹുൽ മുൽക്ക്, അല്ലാഹുക്കാണ് ഉടമാവകാശം ഉള്ളത്. വലഹുൽ ഹംദ്, അല്ലാഹുവിനാണ് സർവ സ്തുതികളും. യുഹ്യി വയുമീത്, അവിടെയാണ് നോക്ക്. യുഹ്യി വയുമീത്, ഇപ്പോൾ ഹയാത്തിലാണ് നാം ഉള്ളത്. വയുമീതു, അവൻ നമ്മെ മരിപ്പിക്കുന്നു. ഒരു ആഫ് മരണത്തിലായിരുന്നു നമ്മൾ, അവിടെ നിന്നിപ്പോൾ ഉണർവിൽ വന്നിരിക്കുകയാണ്. യുഹ്യിയാണ്. യുഹ്യി വയുമീതു ഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല സകല കാര്യങ്ങളുടെ മേലും കഴിവുള്ളവനാണ് എന്ന് ചൊല്ലിയതിന് ശേഷം നമുക്ക് ചൊല്ലാം ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ. ചിന്തിക്കണം, എന്താണ് ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ. ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ. അപ്പോൾ ആദ്യമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത്, ആ മന്ത്രോച്ചാരണം നമ്മൾ നടത്തി. അതിനുശേഷം നാം ചൊല്ലുന്നത് ഇഖ്റ ഖദീറുൻ ഖദീറുൻ. നമുക്കറിയാം എല്ലാ വസ്തുവും അല്ലാഹുവിന്റെ ഖദർ കൊണ്ടാണ് നടക്കുന്നത്. ഇന്നാ കുല്ല ഷൈഇൻ ഖലഖനാഹു ബിഖദർ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഖദർ കൊണ്ടാണ് എല്ലാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ഖലാ ഖദറിൽ അല്ലാതെ മറ്റൊരു സംഭവം ഇവിടെ നടക്കുന്നില്ല. അതിൽ മാത്രമാണൊക്കെയും. അപ്പോൾ ഖദീറുൻ ഖദീറുൻ,
അള്ളാഹു ആരാണ്? കണക്കാക്കുന്നവനാണ്, നിശ്ചയിക്കുന്നവനാണ്, എല്ലാം അവിടെ രേഖപ്പെടുത്തി വെച്ചവനാണ് അള്ളാഹു. അപ്പൊ ഖദീറുൻ ബിഹി വബിഹി നസ്തജീറു, ആ ഖലാ ഖദറുള്ള വിശ്വാസത്തെ ഊട്ടുറപ്പിച്ചുകൊണ്ട് ഞാൻ കാവല് തേടുന്നു മിൻ അദാബിസ് സഈർ, കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്ന തോലുകളൊക്കെ ഒഴിച്ചു കഴിയുന്ന, വീണ്ടും വീണ്ടും മടക്കി തന്നുകൊണ്ട് വീണ്ടും കത്തിക്കപ്പെടുന്ന ആ നരകാഗ്നി ഉണ്ടല്ലോ, സഈർ, കത്തിച്ചൊരിക്കുന്ന തീനാളം കൊണ്ട് ശക്തിപ്പെടുത്തിയ ആ സഈറിനെ തൊട്ട് ഞാൻ കാവല് തൊടുന്നു എന്ന വാചനം നാം പറയണം. അപ്പോൾ ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ, അത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഇസ്മുകൾ എടുത്തുകൊണ്ട് പുകഴ്ത്തി പറയുകയാണ്. അതിന്റെ ഷോർട്ട്, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. ഹുവ അല്ലാഹു അൽ അവ്വലു, ആദ്യത്തവനാണ്, അവന്റെ ഉണ്ടാവലിന് ഒരു ആദ്യമില്ല, എപ്പോൾ ഉണ്ടായി എന്ന് നമുക്ക് ചോദിക്കേണ്ടതില്ല, അതറിയുകയുമില്ല. വൽ ആഖിറു, അവസാനത്തവനും അല്ലാഹുവാണ്. വല്ലാഹിറു, പ്രത്യക്ഷത്തിൽ കാണുന്നവൻ അല്ലാഹുവാണ്. ബാത്തിനു, മറഞ്ഞിട്ടും ഉള്ളിലും ഉള്ളവൻ ആരാണ്? അല്ലാഹുവാണ്. ലോകത്ത് കാണുന്ന സകല വസ്തുക്കളിലേക്കും നോക്കിയാൽ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. ഒരു വൃക്ഷം കണ്ടാൽ, ഒരു ജീവിയെ കണ്ടാൽ, ഒരു വീട് കണ്ടാൽ, ഒരു വാഹനം കണ്ടാൽ, അതൊക്കെയും അല്ലാഹുവിനെ മനസ്സിലാക്കാൻ കഴിയും. വല്ലാഹിറു വൽ ബാത്തിനും, അല്ലാഹു ലാഹിറായവനാണ്, വെളിവായവനാണ്, ബാത്തിനായവനാണ്, മറഞ്ഞവനുമാണ് ഒരർത്ഥത്തില്. അപ്പോൾ ആ ലാഹിറും ബാത്തിനുമായ, ആദ്യത്തവനും അവസാനത്തവനുമായ അല്ലാഹുവേ, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, സുബഹയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ട്, അവനൊരു പ്രശ്നവുമില്ല, പനിയില്ല, ജലദോഷമില്ല, ഊരവേദനയില്ല, ഞെട്ടലില്ല, ഒന്നുമില്ല, എന്നിട്ടും മൂടിപ്പൊതച്ച് കിടക്കുന്നവനായി പോയാൽ അത് അല്ലാഹുവിനിക്ക് അറിയാം. ലോകത്ത് ഏറ്റവും വലിയ, ഏറ്റവും ശക്തിയുള്ളവനും ശക്തനുമായ ആരോഗ്യവാൻ ആരാണെന്നറിയുമോ? അവൻ സുബഹയുടെ സമയത്ത് അതിന് മുമ്പ് തന്നെ മൂടിപ്പുതച്ചിരുന്ന പുതപ്പ് ശരീരത്തിന്റെ മുകളിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയുന്നവൻ തന്നെയാണ്. അവനാണ് യഥാർത്ഥത്തിൽ ശക്തിയുള്ളവൻ. അപ്പോൾ ഇത് അള്ളാഹ്ക്ക് അറിയാം. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഓരോ 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 സമയവും സന്ദർഭവും ഘട്ടവും അള്ളാഹ്ക്ക് അറിയോരോ. അതാണ് വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം. ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വഹുവ ബികുല്ലി ഷൈഇൻ അലീം ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ലൈസ കമിസ്ലിഹി ഷൈഉൻ, ഒരു വസ്തുവും അല്ലാഹുവിനെ പോലെയില്ല. വഹുവസ് സമീഉൽ ബസീർ, അവൻ കേൾവിയും കാഴ്ചശക്തിയും ഉള്ളവനാണ്. ഈ ദിക്റങ്ങ് ചൊല്ലുക മനസ്സറിഞ്ഞുകൊണ്ട്. തലവേദന പോകും, ശരീരങ്ങളിലുള്ള വേദനകളൊക്കെയും കടന്നു പോകും. അല്ലാഹു സമീആണ്, ബസീറാൻ. നമ്മളുടെ എല്ലാ മന്ത്രോച്ചാരണങ്ങളും കേൾക്കും. നമ്മുടെ കാഴ്ചകൾ എവിടേക്കാണ് എന്നുള്ളതൊക്കെ അള്ളാഹ്ക്ക് അറിയാം. അപ്പോൾ യഥാർത്ഥത്തിൽ കാഴ്ചക്കാരനും കേൾവിക്കാരനുമാരാണ് അള്ളാഹുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പറയണം 3 പ്രാവശ്യം, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല മതിയായവനാണ് എനിക്ക്. വ നിഅമൽ വകീൽ, ഭരമേൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിന്റെ ജിൻസ് വളരെ ഉഷാറ്. ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമമായവൻ ആരാണ്? അല്ലാഹുവാണ്. നിഅമൽ മൗലാ വ നിഅമൻ നസീർ, സഹായി, അതുപോലെ തന്നെ നമ്മുടെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും ഉടമസ്ഥൻ. അങ്ങനെ കുറച്ച് ആളുകളെ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് തിരഞ്ഞെടുത്ത് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ ആ മൗലിയത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ആ സഹായം, ആ ബന്ധം, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. അതാണ് പറഞ്ഞത് നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് 3 പ്രാവശ്യം. അപ്പോൾ ഈ തർത്തീബിൽ ഇങ്ങനെ ചൊല്ലിപ്പോരാ നമുക്ക്. ഞാനിപ്പോൾ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാ ലഹുൽ മുൽക്കു വ ലഹുൽ ഹംദു യുഹ്യി വ യുമീതു വ അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 പ്രാവശ്യം. അത് കഴിഞ്ഞിട്ട് ഖദീറുൻ ഖദീറുൻ വബിഹി നസ്തജീറു മിൻ അദാബിസ് സഈർ
ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ബാത്തിനു വഹുവ ബികുല്ലി ഷൈഇൻ അലീം ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ ഹസ്ബിയല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഇത് ചൊല്ലുക സുബ്ഹാനല്ലാഹി ചൊല്ലുക. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയും അതിന്റെ ബാക്കിലുണ്ട്. അപ്പോൾ ആ ഒരു 3/4 മണിക്കൂർ നമുക്ക് ചെയ്യേണ്ടുന്ന വാരിദായ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട പ്രത്യേകമായ ദിക്റുകൾ അതാണ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. നമുക്കത് തർത്തീബോട് കൂടെ എഴുതി വെച്ച് നമുക്ക് ചൊല്ലാം. അപ്പോൾ കഴിയുന്നവർക്ക് അവിടെ ഇരുന്ന് ചെയ്യാം. ഒഴിവുള്ളവർ അല്ലാത്തവർക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടി വന്നാലും നമുക്കത് ചൊല്ലിപ്പടിച്ച് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യുമ്പോഴും വാഹനത്തിലേക്ക് പോവുകയാണെങ്കിലും ജോലി സ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും നടന്നുകൊണ്ട് നമുക്ക് ചെല്ലാം, ഇരുന്നു കൊണ്ട് ചെല്ലാം, എങ്ങനെ വേണമെങ്കിലും ചെല്ലാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി നമുക്ക് നാളെ സ്പർശിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്കുണ്ടാവും. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.